ഇത് ഇന്നലത്തെ കാറ്റിലും മഴയിലും വീണുപോയ ഏത്തവാഴയുടെ കൊല കൊത്തുമ്പം കിട്ടിയ കാമ്പ്, അതിൻ്റെ ഉള്ളിലെ കാമ്പ്. ഈ കാമ്പിനെ നല്ലൊരു തോരൻ വെക്കാനാണ് ഇന്ന് നമുക്ക് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ ഇങ്ങനെ വട്ടത്തിൽ മുറിക്കണം. ഇങ്ങനെ വട്ടത്തിൽ മുറിക്കുമ്പം ഇതിൻ്റെ ഉള്ളിലൊരു നാരുണ്ട്. ഈ നാരിങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ ചുറ്റിയെടുക്കും. ഇങ്ങനെ ഇതിങ്ങനെ ചുറ്റിയെടുക്കും. കുറച്ച് ഇങ്ങനെ മുറിച്ച് വെച്ചായിരുന്നു, ഇങ്ങനെ നാരെടുത്ത് വെച്ചായിരുന്നു. ഇതുപോലെ വെട്ടം മുറിച്ചിട്ട് ഇതിൻ്റെ നാരെടുക്കും. എത്രയും നേരത്തെ മുറിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അത്രയും അതിൻ്റെ നാര് ഇതിന് ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വയറ്റിൽ ചെന്ന് കഴിയുമ്പം നാരല്ലേ ബുദ്ധിമുട്ട്, വല്ലാത്ത ബുദ്ധിമുട്ടാകും, പ്രശ്നമാക്കും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ചുറ്റിയെടുക്കണം. അപ്പം അങ്ങനെ ഇത് മുഴുവൻ ഇതേപോലെ കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കും. മുറിച്ചെടുത്തിട്ട് വരാം. ഇത് കുറേ ഉണ്ടല്ലോ, അപ്പോൾ കുറേ സമയം വേണ്ട. അപ്പം ഇത് മുഴുവൻ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വാഴപ്പിണ്ടി മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. കാമ്പ്, വാഴയുടെ ഉണ്ണിക്കാമ്പെന്നൊക്കെ പറയും. വാഴപ്പിണ്ടിയുടെ ഉള്ളിലുള്ള സാധനം ഇത് മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു വിരലോറ ഫ്രീ ആയിട്ട് കിട്ടി. ഇത് ഭയങ്കര സ്ട്രോങ് കേട്ടോ. ഇത്ര ടൈറ്റായിട്ടുണ്ടായിരുന്നു. ഈ രൂപത്തിൽ കിട്ടിയതിൻ്റെ നാര്. ഇത് വെച്ചിട്ട് ഞാൻ വിരലുറയ്ക്ക് പകരം ഇവനെ അരിയാനും കൂടെ എടുത്തു. അല്ല, നല്ല ബലമുള്ള സാധനം. ഇനി നമുക്കിതിന് വേണ്ട അരവെല്ലാം തയ്യാറാക്കി ഇതിനെ അടുപ്പത്ത് വെക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകാം.